എന്താണ് ലെപ്രസി അഥവാ കുഷ്ഠരോഗം? മൈക്കോബാക്ടീരിയം ലെപ്രൈ മൂലം വരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ലെപ്രസി. ഈ അസുഖം സാധാരണ രീതിയിൽ നമ്മളുടെ സ്കിന്നിനെയും നമ്മളുടെ പെരിഫറൽ നെർവ്സിനെയാണ് ബാധിക്കുന്നത്. സ്പർശനശേഷി അല്ലെങ്കിൽ നമ്പർനെസ് ഉള്ള നിറമങ്ങിയ അല്ലെങ്കിൽ ചുമന്ന പാടുകളാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒരു ലെപ്രസി പേഷ്യന്റ് ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ വായുവിൽ തെറിക്കുന്ന ബാക്ടീരിയ മൂലമാണ് ഇത് പകർന്നത്. വലിയൊരു പകർച്ചവ്യാധിയല്ല ലെപ്രസി. തുടർച്ചയായ ക്ലോസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മറ്റവർക്ക് പകരാറുള്ളൂ. ഒരു 95% കേസസിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി തന്നെ ഈ ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യും. സാധാരണ രീതിയിൽ നമ്മൾ ലെപ്രസിനെ കുറിച്ച് ആദ്യം ആലോചിക്കുന്നത് ഒരു കയ്യും കാലും വൈകല്യമുള്ള അല്ലെങ്കിൽ ഫുള്ളി ഡീഫോംഡ് ഫേസായി അല്ലെങ്കിൽ ഫുൾ ദേഹത്ത് മൊത്തം പുണ്ണായിട്ട് ഒരു ബാൻഡേജ് ഒരു കവേർഡ് ബോഡിയാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. പക്ഷേ ഇത് പണ്ടത്തെ കാലത്തെ ഒരു പിക്ചറാണ്. മോഡേൺ ഡേ മൾട്ടി ഡ്രഗ് തെറപ്പി വഴി ലെപ്രസി പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അസുഖം തന്നെയാണ്. ഈ മെഡിസിൻസ് ഒരു 6 months to 1 year വരെ കഴിക്കേണ്ടി വരും. കൃത്യമായ മെഡിസിൻ കഴിച്ചാൽ ലെപ്രസി മൂലം വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരിക്കലും ലെപ്രസി ബാധിച്ച പേഷ്യന്റിന് നോർമൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കുഷ്ഠരോഗം നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലെപ്രസി പേഷ്യന്റിനും ഒരു നോർമലും ഹെൽത്തി ലൈഫ് ജീവിക്കാൻ പറ്റും.